ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു ദിവസം നൈറ്റ് ഉണ്ടാക്കിയ വെരി ഈസി ഡിന്നർ പ്രിപ്പറേഷനാണ് കാണാൻ പോകുന്നത്. 2 ടൈപ്സ് ഓഫ് ഡിന്നർ ഉണ്ടാക്കിയായിരുന്നു, ഒരു വെജ് ആൻഡ് നോൺ വെജ് ബേസ്ഡ്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. സോ ഫോർ ദ വെജ് ബേസ് ഡെഫിനറ്റ്ലി കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്, മഷ്റൂംസ് ആണ് എടുത്തിട്ടുള്ളത്. അതിനെ ഇച്ചിരി നല്ല ഫൈനായിട്ട് അങ്ങ് സ്ലൈസ് ചെയ്യാം. പിന്നെ ഒരു സവാള, ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന നോൺ വെജ് ഫില്ലിങ്ങിനുള്ളതാണ്. അതിന് എത്രയും നൈസായിട്ട് ചോപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും നൈസായിട്ട് ചോപ്പ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കൂടുതൽ ട്രൈ ചെയ്യുന്നത് ചോപ്പ് ചെയ്യാൻ. നേരെ ഇങ്ങനെ സ്ലിറ്റ്സ് ഇട്ട് പിന്നെ 2 കട്ട്സ് കൊടുത്തിട്ട് പിന്നെ ഫൈനായിട്ട് ഡൈസ് ചെയ്യുക. ഡൈസിങ് ഇല്ലെങ്കിൽ ചോപ്പറിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓവർ അങ്ങനെ മിൻസ് പോലെ ആവണ്ട, പക്ഷേ ഇച്ചിരി ഫൈനായിട്ട് ചോപ്ഡായിരിക്കണം, അതാണ് ആവശ്യം. പിന്നെ ഞാനൊരു പാനിൽ ഇച്ചിരി ബട്ടറിട്ട്, ഇത് അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ബട്ടറിട്ട് അത് ലൈറ്റായിട്ട് ഇങ്ങനെ മെൽറ്റായി വരുമ്പോൾ, ഫുള്ളി മെൽറ്റായി പോകണ്ട, ബിക്കോസ് ബട്ടർ വേഗം കരിഞ്ഞു. ഞാനിതിൽ ഓയിൽ ഒരു ഇതിനു വേണ്ടി നോർമലി ബട്ടർ ബേൺ ആവാതിരിക്കാൻ ഓയിൽ ആഡ് ചെയ്യും. പക്ഷേ ഞാൻ ഇന്ന് ആഡ് ചെയ്തിട്ടില്ല, ബിക്കോസ് ജസ്റ്റ് ബട്ടർ വെക്കാമെന്ന് വെച്ചിട്ട്. ബിക്കോസ് ഞാൻ ഒരു മഷ്റൂം പാക്കറ്റിനെ ചെയ്യുന്നുള്ളായിരുന്നു. അതിലോട്ട് സ്ലൈസ് ചെയ്ത് വെച്ച മഷ്റൂംസ് ഇടാം. ഭയങ്കര ഈസി റെസിപ്പിയാണ്, അപ്പോൾ അതേപോലെ ഭയങ്കര ടേസ്റ്റി റെസിപ്പിയാണ്. സോ ഇനി ഇത് മെയിനായിട്ട് മഷ്റൂം നന്നായിട്ട് കുക്കാവുക. കുക്കാന്ന് പറഞ്ഞാൽ അതിനുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ പോകണം. ഞങ്ങളുടെ ഇവിടെ കിട്ടുന്ന മഷ്റൂംസിൽ കുറേ വെള്ളം കാണും, അപ്പോൾ അതൊക്കെ പോകണം. ഇച്ചിരി ഒരു ബ്രൗണിങ് വരണം, കാരമലൈസേഷൻ വരണം. അതാണ് ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഈ ഇതിൽ. ഇപ്പോൾ മെയിനായിട്ട് നന്നായിട്ട് അലക്കിക്കൊണ്ടിരിക്കുക. ഞാനവിടെ സൈഡിൽ പാട്ടൊക്കെ കേട്ട് അങ്ങ് ചെയ്യുമായിരുന്നു. പിന്നെ നമുക്ക് 2 പച്ചമുളക് വേണം, അതെടുക്കുകയാണ് ഞാൻ. ചുമ്മാ നമുക്ക് ഒന്ന് ഈ ഫ്രിഡ്ജ് ഓപ്പണിങ് ക്ലോസിങ് വീഡിയോ എടുത്താൽ എങ്ങനെ ഉണ്ടാവും അത് നോക്കാൻ വേണ്ടിയായിരുന്നു. പിന്നെ നമ്മുടെ കിച്ചണിൻ്റെ മെസ്സാണ് മൈൻഡ് ചെയ്തത്. പിന്നെ ഈ പച്ചമുളകിനെ നമുക്ക് നന്നായിട്ട് ഫൈനലി ചോപ്പ് ചെയ്യണം. അത് നല്ല ഫൈനായിട്ട് വേണം, എന്നാലേ അത് ഒരു ഡ്രസ്സ് ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാനെപ്പോഴും ചില്ലീസിനെ ഇങ്ങനെ 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചോപ്പ് ചെയ്യുന്നത്. സോ നല്ല ഫൈനായിട്ട് അത് ചോപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പാടായിരിക്കും കഴിക്കുമ്പോൾ. ബിക്കോസ് ഞങ്ങളിതിന് ട്യൂണയിലോട്ടാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴേക്കും നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങളുടെ മഷ്റൂംസ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി. സോ ഈ ഒരു സ്റ്റേജിൽ മഷ്റൂമിൻ്റെ കുക്കിംഗ് മോസ്റ്റ്ലി കഴിഞ്ഞ് ഞാൻ പിസ്സ ഒറിഗാനോ സീസണിങ് ഇടുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഒറിഗാനോ മാത്രം ഇടാം, നിങ്ങൾക്ക് വേറെ ഇറ്റാലിയൻ സീസണിങ് മാത്രം ഇടാം. പക്ഷേ നിങ്ങളുടെ ഇഷ്ടം എന്ത് സീസണിങ് വേണോ, പക്ഷേ നോട്ട് മുളക് പൊടി അത് ഇടണ്ട. ഞാൻ വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. ഞാൻ ഇച്ചിരി പാസ്ലി ഡ്രൈഡ് പാസ്ലിയും കൂടെ ആഡ് ചെയ്യുന്നു, ബിക്കോസ് നമുക്കിവിടെ പാസ്ലി കിട്ടാൻ ഭയങ്കര പാടാണ്. ഇല്ലെങ്കിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് ആഡ് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ മെയിനായിട്ട് ഇത് 2ആണ് ഇട്ടത്, ബിക്കോസ് ഞാൻ ചില്ലി ഫ്ലേക്സ് പിന്നെ ബ്രെഡിൽ വെക്കുമ്പോഴാണ് ഇടാൻ പോകുന്നത്. സോ മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെന്നാൽ, ഇത് 2 എല്ലാ ഫില്ലിങ്ങും ബ്രെഡ് ബേസ്ഡ് ആണ്. അതാണ് മെയിൻ കാർബ് ഇന്നത്തെ ഡിന്നറിൻ്റെ. അതിൽ വെക്കാൻ പോകുന്ന ഐറ്റംസാണ് ഈ മഷ്റൂം ആൻഡ് ഇത്. പിന്നെ നമ്മൾ ഒരു ബോളിലോട്ട് ചോപ്പ് ചെയ്ത അണിയൻസ്, ഈ ചോപ്പ് ചെയ്ത ഗ്രീൻ ചില്ലീസ് അങ്ങ് ഇട്ടിട്ട് സൈഡ് ബൈ സൈഡ് ഞാൻ ബ്രെഡും കൂടെ ടോസ്റ്റ് ചെയ്യാൻ വെച്ച്. പിന്നെ ഇതാണ് ടിൻ ട്യൂണ, ലൈറ്റ് മീ ട്യൂണ ഇൻ വാട്ടറാണ് എനിക്കിഷ്ടം, അതും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് എനി സോസ് യു ഓൾ ഹാവ്, സോൾട്ട് ആൻഡ് പെപ്പർ, ഇത്രയേ ഉള്ളൂ. സോസ് നിങ്ങൾക്ക് ചുമ്മാ പ്ലെയിൻ മെയോ പോലും ഇടുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക, ബ്രെഡിൽ വയ്ക്കുക, ടോസ്റ്റഡ് ബ്രെഡിൽ. ആ പണി കഴിഞ്ഞ് ഈ സൈഡിൽ ഒരു തവയിൽ ബ്രെഡ് വയ്ക്കാം. പിന്നെ അതിലോട്ട് എനി ഫില്ലിങ്ങോ സോസസ് ദാറ്റ് യു ഹാവ്. ഇപ്പം ഞാൻ ഇതിൽ സിംപ്ലി മെയോ ആണ് ആഡ് ചെയ്യുന്നത്. ട്യൂണയിൽ ഞാൻ സാൻഡ്വിച്ച് സ്പ്രെഡ് എന്ന് പറഞ്ഞ് വീബയുടെ ഒരു ഇതാണ് ആഡ് ചെയ്തത്. ഇല്ലെങ്കിൽ ഹങ്കേർഡും യൂസ് ചെയ്യാം. ഞാൻ ഹങ്കേർഡും യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു ഹങ്കേർഡ്, ഇല്ലെങ്കിൽ ഐ വുഡ് ഹാവ് പ്രിഫേർഡ് ഹങ്കേർഡ് ഇൻ ദ ട്യൂണ.
ഇതിൽ ഇല്ലെങ്കിൽ ചീസ് സ്പ്രെഡും വെക്കാം. പക്ഷെ ഞാൻ ഇതിൻ്റെ എസ്പെഷ്യലി ഈ മഷ്റൂമിൻ്റെ മുകളിൽ ഒരു ചീസ് സ്ലൈസ് വെക്കുന്ന കാരണം ഞാൻ ചീസ് സ്പ്രെഡ് ഓപ്റ്റ് ചെയ്തില്ല, മെയോ ആണ് ഓപ്റ്റ് ചെയ്തത്. സോ ഇങ്ങനെ ചുമ്മാ ബ്രെഡിൽ ഒരു തിൻ ലെയറായിട്ട് മെയോ അങ്ങ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സോ ഇത് ആക്ച്വലി സാൻഡ്വിച്ച് പോലെയും ചെയ്യാം, പക്ഷെ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഓപ്പൺ സാൻഡ്വിച്ച് പോലെ ചെയ്യാനാണ്. സോ ദാറ്റ് ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് മോർ ഫില്ലിങ്, ബിക്കോസ് നമുക്ക് കുറേ കൂടെ ഫില്ലിങ് ആഡ് ചെയ്യാം. അതിലോട്ട് ഞങ്ങൾ ഈ സോത്തേ ചെയ്ത മഷ്റൂംസ് വയ്ക്കാം. അത്രയേ ഉള്ളൂ മെയിൻലി. പിന്നെ മഷ്റൂംസൊക്കെ വെച്ച പിന്നെ വേറെ ഒന്നും വയ്ക്കാനില്ല നമുക്ക്. പിന്നെ ഒരു ചീസ് സ്ലൈസ് വെച്ചിട്ടുണ്ട് ഓൺ ടോപ്പ് ഓഫ് ഈച്ച് ബ്രെഡ്. സോ ദാറ്റ് അത് ഇച്ചിരി മെൽറ്റായി അതിലിങ്ങനെ നന്നായിട്ട് പിടിക്കും. ഇതിൻ്റെ മുകളിലാണ് ഞാൻ ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുള്ളത് ഒരു എരിവിന് വേണ്ടി. ഇത് ഞാൻ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇച്ചിരി നേരം കുക്കാവും. അപ്പോൾ അടിയത്തെ ബ്രെഡ് നല്ല ഇങ്ങനെ ക്രിസ്പി പോലെ ആവും. ആൻഡ് മുകളിൽ ഇങ്ങനെ ചീസൊക്കെ മെൽറ്റായി യമ്മായിരിക്കും. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ബെഡ്റൂമിലോട്ട് വന്നിരിക്കുകയാണ് ടു സ്ലീപ്പ് ബിക്കോസ് സീനു ഇസ് വെരി ടയേർഡ്. അച്ഛനും സിഡിനും ഡിന്നർ ഉണ്ടാക്കി. ഇന്ന് അമ്മ ഇല്ല, ജസ്റ്റ് അച്ഛൻ, സിഡ് ആൻഡ് ഞാൻ ആൻഡ് സെയിൻ ഓൾറെഡി ഏത്തക്ക പുഴുങ്ങിയത് കഴിച്ച് കഴിഞ്ഞ് അല്ലേടോ. അപ്പം ഇത്രയും നേരം ക്രിക്കറ്റ് മാച്ച് കാണുമായിരുന്നു ആശാൻ. ക്രിക്കറ്റ് മാച്ച് കാണുമായിരുന്നു. ഇപ്പം ഉറങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഉറക്കാൻ ട്രൈ ചെയ്യണം ഞാൻ. പിന്നെ ഫ്ലൈങ് കിസ് ഭയങ്കര ഉറക്കം വന്നിരിക്കുകയാണ്. അപ്പം ഇവനെ ഉറക്കിയിട്ട് പിന്നെ ഞാൻ എൻ്റെ ഡിന്നർ ഉണ്ടാക്കി കഴിക്കും. ഇതാണ് മിക്സ് ചെയ്ത പിന്നെ ഇരിക്കുന്ന ഫില്ലിങ്. പിന്നെ ഞാൻ ചുമ്മാ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ചുമ്മാ ഈ ടൂന ഫില്ലിങ് വെച്ചൊന്ന് ചുമ്മാ അങ്ങ് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ. ഇതിന് ചീസ് വേണ്ട, വേറെ ഒരു ബ്രെഡിൽ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ടൂണയിൽ തന്നെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, പേയോ പോലെ ഒരു ഐറ്റം ഇട്ടിട്ടുള്ള കാരണം അത് തന്നെ ധാരാളം. സത്യം പറഞ്ഞാൽ ഈ ടൂന വേണമെങ്കിൽ യു ക്യാൻ ഈറ്റ് ഇറ്റ് ആസ് ഇറ്റ് ഈസ് ഇറ്റ് സെൽഫ്. ആ ടൂന മാത്രം കഴിക്കാം. വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടി ഇതിലോട്ട് യു ക്യാൻ ആഡ് സം വെജീസ് ലൈക്ക് ക്യാപ്സിക്കം, ക്യൂക്കമ്പർ, ഓലിവ്സ് ആൻഡ് ലെറ്റസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്ത് കഴിച്ചാൽ തന്നെ യമ്മായിരിക്കും, നല്ല സാലഡായിരിക്കും. പിന്നെ ഞാനൊരു ടൂണ സാലഡ് ഉണ്ടാക്കും, അതും കൂടെ ഒരു ദിവസം ഡെഫിനറ്റ്ലി റെസിപ്പി ഇടാം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഡിന്നർ കണ്ടിന്യൂ ചെയ്യട്ടെ. സോ താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ watching the video. Keep supporting, like and share the video. Please subscribe if you're watching. Thank you so much.